അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ട്ടോ. അപ്പോൾ ഞാനിവിടെ മിറാജിൻ്റെ നോമ്പിനുള്ള നോമ്പുറക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ട്ടോ. ഒക്കെ റെഡിയാക്കണ തിരക്കാണ്. അപ്പോൾ ഇക്ക പൊറാട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇക്കാനോട് പൊറാട്ട കൊണ്ടുവരണ്ട, ഞാൻ പൊടി കൊണ്ടുവന്നാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഏറ്റിന്ന് ട്ടോ. അപ്പോൾ പൊറാട്ട റെഡിയാക്കണ തിരക്കാണ്. മൈദ കുഴച്ചിട്ട് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ട്ടോ ഈ വീഡിയോ കാണിക്കണത്. അപ്പോൾ 2-3 കാടമുട്ടിയും കുറച്ച് പഞ്ചസാരയും ഉപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് മൈദ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ. അതിനിടയിൽ 4 മണി ആകുമ്പോഴത്തേനും നമ്മൾ അച്ചൂട്ടിയൊക്കെ വരും ട്ടോ. അപ്പോൾ അച്ചൂട്ടിയൊക്കെ വന്ന് അപ്പോഴാണ് ഞാൻ അടുക്കളയ്ക്ക് പിന്നെ വരുന്നത് ട്ടോ, നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതാ മാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അച്ചൂട്ടി നേരത്തെ വന്നിക്കണ്. അപ്പോൾ ഓള് എന്താതും വെച്ച് പപ്പടാണോ ഉണ്ടാക്കണമെന്ന് വന്ന് കോമഡി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ ചിക്കന് കുറച്ച് നേരത്തെ തന്നെ ഒക്കെ കൊണ്ടുവന്നിന്. ഇനി കറി വെക്കാനുണ്ട്. പൊറാട്ട ഒന്ന് കുഴച്ച് റെഡിയാക്കി പരത്തി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പൊരികളൊന്നും ഉണ്ടാക്കണില്ല. അങ്ങനെ എന്താ ഞാൻ കുറച്ച് പൊടി, ഇതിൻ്റെ മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ രണ്ട് വിധത്തിൽ പൊറാട്ട, 3-4 വിധത്തിൽ പൊറാട്ട ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മയൊന്നും ഉണ്ടാക്കണ പൊറാട്ട അല്ല കേട്ടോ. അമ്മയൊക്കെ വീശി അടിച്ചിട്ടൊക്കെ റെഡിയാക്കുക. അതിന് നല്ല സൗകര്യങ്ങളൊക്കെ വേണം കേട്ടോ, റാക്കും അതുപോലെ തന്നെ നല്ല സ്ഥലങ്ങളൊക്കെ വേണം. ഇത് നമുക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പൊറാട്ട ഉണ്ടാക്കൽ കേട്ടോ. ചെറിയ ബോളാക്കി എടുക്കും. അപ്പോൾ ഓരോ കുഞ്ഞു ബോളാക്കി എടുക്കും. എത്രയാണോ വലുപ്പം അതിനനുസരിച്ച് ബോളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മൊത്തമായിട്ട് തന്നെ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കണം കേട്ടോ. പത്തിരി കല്ലുമൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കണം കേട്ടോ, പൊടിയൊക്കെ കൂട്ടിയിട്ട്. അതിനുശേഷം അത് നമുക്ക് പരത്തി വെക്കുക. ആ രീതിയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് സൗകര്യക്കുറവുള്ളവർക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു പൊറാട്ടയാണിത്. അങ്ങനെ മൊത്തമായിട്ട് ഞാനിവിടെ റെഡിയാക്കി ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. 16ഓളം പൊറാട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 കിലോ പൊടി എടുത്തിട്ടില്ല കേട്ടോ, 3/4 കിലോ പൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കുക. പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. നമ്മുടെ മൈദപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും കേട്ടോ. ഇതാ ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. പ്രസ്സുമ്മ അമർത്തുകയാണെങ്കിൽ പ്രസ്സുമ്മ അമർത്തിയാൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മളൊരു ഓയിൽ തേച്ചിട്ട് പാത്രത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് രാവിലെ ചായക്കൻ്റെ തിരക്കുള്ള നേരത്തൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു പൊറാട്ടയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരും റെഡിയാക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കോണ്ടി. നല്ല പെട്ടെന്ന് തന്നെ തീരുന്ന പൊറാട്ടയാണ് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പരത്തി വെച്ച പൊറാട്ട അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ പൊറാട്ടയും ഓരോ ഓയിൽ തേച്ചിട്ട് ഓരോന്നിൻ്റെ മേലെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മറ്റേ വീശി അടിക്കണ പൊറാട്ട നമ്മൾ ഓയിലൊക്കെ തേച്ചിട്ട് ബോളുകൾ വെച്ച് കൊടുക്കലാണ്. അതിന് പകരമായിട്ട് നമ്മളിതാ അവിടെ ഇതുപോലെ പത്തിരി പരത്തിയതിന് ശേഷം നമ്മളിതാ ഓയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ പത്തിരിൻ്റെ മേലെ നമ്മൾ അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക, അതിൻ്റെ മേലെ ഓയിൽ തേക്കുക, അടുത്ത പത്തിരി വെക്കുക, അതിൻ്റെ മേലെയും തേക്കുക. അങ്ങനെ എല്ലാ പത്തിരികളും ഒന്ന് റെഡിയാക്കി എടുക്കണം. പരത്തിയിട്ട് ഓയിലൊക്കെ ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ വരാനായി, മക്കളൊക്കെ വരാനായിട്ടുണ്ട്. മക്കളെല്ലാവരും നോമ്പ് നോറ്റിക്കണം കേട്ടോ. അച്ചുട്ടിയും പൊന്നൂസും മാത്രമേ നോൽക്കാത്തുള്ളൂ, എല്ലാവരും നോറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു നേറ്റത്തിന് അല്ലെങ്കിൽ നമ്മൾ സുന്നത്ത് നോമ്പൊക്കെ നോൽക്കുമ്പോൾ ചോറാണ് തിന്നല് ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ കടി തന്നെ ഉണ്ടാക്കണം കേട്ടോ, കാരണം കുട്ടികളെല്ലാവരും നോറ്റതുകൊണ്ട് അവർക്ക് ചായയും കടിയൊക്കെ വേണ്ടി വരും. പത്തിരി നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മതി പൊറാട്ടയും ഇറച്ചിക്കറി ഉണ്ടാക്കി കളി എന്ന് പറഞ്ഞിട്ട് മക്കൾ. അതിൽ പിന്നെ അത് ഉണ്ടാക്കണം. ഇക്ക പൊറാട്ട കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 50 രൂപക്ക് നമുക്ക് പൊറാട്ട ഇഷ്ടംപോലെ തിന്നാണ്ടാവും. ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞാണ് പൊടി കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കട്ടെ. അച്ചുട്ടി പിന്നെ പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊറാട്ട കാണുന്നത്, അമ്മച്ചി ഉണ്ടാക്കുമ്പോഴൊന്നും ഞാൻ എണീക്കാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓള് കൂടെ തന്നെ കുത്തിറക്കുന്നുണ്ട്. ഞാൻ അമർത്തണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇതാ ഗൈസ്, നമ്മളെ പൊറാട്ട ഇവിടെ എല്ലാം പത്തിരിയാക്കി പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് കുറച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ചുറ്റി എടുത്തിട്ട് റെഡിയാക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 16 പൊറാട്ട ഉണ്ട്. അപ്പോൾ ഞാൻ മൊത്തം പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തേച്ചിട്ട് ഇതാ പരത്തി വെച്ചിരിക്കണം.
അങ്ങനെ അതൊക്കെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഞാനിവിടെ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടി ചിക്കൻ കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ മുളകിട്ടത് മതി, മുളകിട്ടതാണ് ചെയ്യണം കേട്ടോ. ചിക്കൻ കറി മുളകിട്ടതും പൊറാട്ട ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഫ്രൂട്ട്സും ജ്യൂസ് അടിക്കാനൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയിക്കാരം. പൊരികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ബാക്കിയുള്ള കറിക്ക് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ്. നാളെ ഇറച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇതുപോലെ 1 കിലോനൊക്കെ ഇറച്ചി കൊണ്ടുവരുമ്പോൾ 1/2 കിലോ എടുത്തിട്ട് ബാക്കി 1/2 കിലോ ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കഴുകി എടുക്കാനുണ്ട്. ഒന്ന് ഭയങ്കര കുഴക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മക്കളൊക്കെ വന്നിട്ട് അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം അല്ലും ഒക്കെ കുഴങ്ങി കാരണം കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി റെഡിയാക്കണം. അപ്പോൾ കണ്ടില്ല, ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞപ്പോൾ ഇതിന് മക്കൾ അവരെ പൊറാട്ട ഉണ്ടാക്കുകയാണ്, പൊന്നും അച്ചും കൂടി കേട്ടോ. ഓരോടെ കുഞ്ഞി കഷ്ണം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിരുന്നു മാവ്. അപ്പോൾ അതുകൊണ്ട് ഒരു പത്തിരി പരത്തി റെഡിയാക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കേക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ചിക്കൻ കറി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ. സമയം പോണത് അറിയില്ല, പെട്ടെന്ന് സമയം പോകട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം 6:30 മണിക്ക് ബാങ്ക് കൊടുക്കും. അപ്പോഴത്തേന് മൊത്തമായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കയൊക്കെ ഒരു 5 മണി ആയപ്പോൾ ഇക്കയൊക്കെ വന്ന് ബത്തക്കയും മുന്തിരിയും ഓറഞ്ചും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾ നോമ്പ് വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് പിന്നെ എല്ലാം കിട്ടണം. അപ്പോൾ എല്ലാം ഫ്രൂട്ട്സും പൊരിയും ഒക്കെ വേണം കേട്ടോ നമ്മൾ ആദ്യം മോനക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്ക എല്ലാം കുറച്ചീച്ച കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജ്യൂസ് അടിക്കലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും നാരങ്ങ വെള്ളം കലക്കലും ആ ഡ്യൂട്ടിയൊക്കെ ഇക്ക ഏറ്റെടുക്കും കേട്ടോ. അങ്ങനെ ഇക്കൊക്കെ ഓരോന്ന് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് ചിക്കൻ കറിയൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ഞാൻ ചിക്കൻ കറിയിൽ മസാലകൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി മല്ലിയും മുളകും ചിക്കൻ മസാല ഒക്കെ പാടിട്ടൊന്ന് മുളക് ഇട്ടെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ മസാല ഇട്ടെങ്കിലാണ് ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിർബന്ധമാണ് എനിക്ക്. അത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ കടയിൽ നിന്നൊക്കെ ചിക്കൻ മസാലേൻ്റെ പാക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പൊറാട്ടയൊക്കെ ഒന്ന് ചുട്ടെടുക്കാനായിട്ട്. ഇക്ക വന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇക്ക തന്നെ നോക്കും. ജ്യൂസും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജ്യൂസ് നാരങ്ങ വെള്ളം ഇക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കും. ബാക്കിയൊക്കെ പിന്നെ ഇക്കൻ്റെ നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ കുക്കറൊക്കെ എല്ലാം സെറ്റാക്കിയാണ് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 വിസിലായ നമ്മളെ കറി അവിടെ ആവും. അപ്പോൾ പൊറാട്ട റെഡിയാക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ പൊറാട്ട നന്നായിട്ട് തന്നെ കുറച്ച് നേരം 1/2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് നീട്ടി കയ്യിൽ ഇത് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കിയത് ഒരു പാത്രത്തിൽ കണ്ട് മാറ്റിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് റെഡിയാക്കിയതായി ഇതുപോലെ അങ്ങോട്ട് നീട്ടി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നീണ്ട് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നീണ്ട് കിട്ടും. അപ്പോൾ അതിന് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. വീശാൻ നല്ല റാക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റാക്കുമ്മലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി വീശിയിട്ട് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിനെക്കാളും നന്നായിട്ട് തന്നെ പൊറോട്ട സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിവിടെ ഞങ്ങൾക്ക് അടിക്കാനൊന്നും സൗകര്യം കുറവാണ്. അപ്പോൾ ഞാനത് കയ്യിൽ തന്നെ ഒന്നുകൂടി പരത്തിയിട്ട് ഒന്ന് സെറ്റാക്കി ചുരുട്ടിയെടുക്കുകയാണ്. അങ്ങനെ എല്ലാ പൊറോട്ടയും ഞാൻ ചുരുട്ടി റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പരത്തിയെടുക്കുക, ചുട്ടെടുക്കുക, അത്രേ പരിപാടിയുള്ളൂ കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പൊറോട്ടയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇതായിക്ക് അവിടെ ഓറഞ്ചൊക്കെ സെറ്റാക്കുകയാണ്. എല്ലാം വത്തക്ക കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. നാരങ്ങ വെള്ളം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പൊറോട്ട ചുട്ടെടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയും പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് നോമ്പറക്കാനുള്ളത്. അപ്പോൾ ചായ അങ്ങോട്ട് റെഡിയാക്കിയതിന് ശേഷം ആ അടുപ്പത്തും കൂടി പൊറോട്ട അങ്ങോട്ട് ചുട്ടെടുക്കണം. നല്ല പെട്ടെന്ന് കഴിയുള്ളൂ കേട്ടോ. നമ്മളടുത്ത് ഒരു പൊറോട്ട കൂടി ചട്ടിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാവധാനം ഓരോന്ന് ചുട്ടെടുക്കാനും പറ്റുന്നുള്ളൂ. അങ്ങനെ കുറേശ്ശെ മറിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം. ഒരു പൊറോട്ട അങ്ങനെ പരത്താൻ ഞാൻ തട്ടാണ് എടുക്കൽ കേട്ടോ. നല്ല ചെറിയൊരു അത്യാവശ്യം വലിപ്പമുള്ള തട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ പൊറോട്ട നന്നായിട്ട് തന്നെ കുഴച്ച് റെഡിയാക്കിയാൽ പൊറോട്ട നല്ല നീറ്റായിട്ട് നല്ല സോഫ്റ്റ് പൊറോട്ട ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയ്ക്ക് ഭയങ്കര വിലയാണല്ലേ. 12 റുപ്യാണ് ഒരു പൊറോട്ടയ്ക്ക് കേട്ടോ. അപ്പോൾ ഒരു 10 പൊറോട്ട വാങ്ങുകയാണെങ്കിൽ 120 റുപ്യ ആവില്ലേ. അപ്പോൾ നമുക്ക് 1 കിലോ പൊടിക്ക് 50 രൂപ ഇല്ല, 50-ൽ താഴെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പള്ള നിറച്ചിട്ട് പൊറോട്ട കഴിക്കാനായിട്ട് പറ്റും കേട്ടോ.
സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കട്ടെ, വലിയ മെനക്കെടും കാര്യങ്ങളൊന്നും. ഇതുപോലെ പൊറോട്ട റെഡിയാക്കുകയാണെങ്കിൽ വലിയ മെനക്കെടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളെ കട്ടൻ ചായ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊറോട്ടയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പ് തുറക്കാനൊക്കെ ഏകദേശം ഒരു 5:45 6 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പൊറോട്ടകളും കൂടി ഒന്ന് ചുട്ടെടുക്കണം. എന്താ അറിയില്ല മക്കളെ, എൻ്റെ ട്രൈപോഡിന് ആകെ ഒരു ആട്ടും കളിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാനും പറ്റണില്ല. പൊറോട്ട ട്രൈപോഡുമ്പോൾ ശരിക്കും അങ്ങോട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ ആ ചുട്ട പൊറോട്ടകൾ ഏതായാലും ആ ചൂടോടുക്ക കൂടി നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചൂടോടുക്ക കൂടി തന്നെ നമ്മൾ ഇതുപോലെ പൊറോട്ട ഒന്ന് കുത്തിയെടുക്കണം. അപ്പോഴാണ് പൊറോട്ട അതിൻ്റെ സോഫ്റ്റ്നെസ്സും അതിൻ്റെ ഒരു ഇതൊക്കെ ചൂടാറുന്നതിന് മുന്നേ നമ്മൾ റെഡിയാക്കി എടുക്കണം, കുത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ആ പൊറോട്ടകളൊക്കെ നമ്മളിതാ ചുട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ടേബിളുമെല്ലാം കൊണ്ട് നിരത്തിയിട്ടുണ്ട്. നോമ്പറക്കാനയക്കണ ടേബിളുമൊക്കെ കൊടുന്ന് വെക്കൽ തുടങ്ങിയിട്ടുണ്ട് മക്കളെ. എന്നെ ആദ്യമോനൊക്കെ ഫുള്ളായിട്ട് റെഡിയാക്കി വെക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. നാരങ്ങ വെള്ളമാണ് കലക്കിയത്. നാരങ്ങ വെള്ളം ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചിരുന്നത്, അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറി, ഇതാ ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിക്കണേ. ചിക്കൻ കറിക്ക് പിന്നെ ചപ്പിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് കേട്ടോ. ചപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. അങ്ങനെ ഇതാ മാഷാ അല്ലാ നോമ്പൊക്കെ പറഞ്ഞ് മക്കളൊക്കെ എല്ലാവരും നോമ്പ് തുറന്നുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ചൂട്ടി അതിൻ്റെ അടിയിലൊന്ന് പോയി കിടന്ന് ഉറങ്ങിയിരിക്കണ്. അപ്പോൾ ഓള് വന്നിട്ട് നൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ പൊന്നൂസ് പിന്നെ നോമ്പ് നോച്ചിട്ടില്ല. അങ്ങനെ മക്കളെല്ലാവരും നോമ്പ് വറക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ മിഹ്റാജിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ആക്കണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.